അത് മനസ്സിന് മാത്രമേ തോന്നാ. നേരിട്ട് വന്നു നോക്കട്ടെ, അവ അവിടെ ഇരിക്കും. എൻ്റെ പേര് ബാഹുലേനാണ്. തനുശ്വരം സ്വദേശിയാണ്. ദേശീയ കായികതരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവള എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കുന്നുംവിള എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു കൗതുകമായിട്ടുള്ള പ്ലാവുണ്ട്. ചക്ക മൂട് തൊട്ട് കൊണ്ട വരെയുള്ള ഒരു പ്ലാവ്. കൗതുകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത്. ഞാനിപ്പോൾ വട്ടവളയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്ന. ഒരു വയലിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. നേരത്തെ ഒരു കുളമായിരുന്നു, പടികളെല്ലാം ഉണ്ട്. ആ കുളം മാറി ഇപ്പോൾ അവിടെ ഒരു പ്ലാവുണ്ട്. കൗതുകമായിട്ടുള്ള പ്ലാവാണ്. അത് കണ്ട് ആരും നോക്കിപ്പോൾ പച്ച കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മളുടെ കൊടുക്കുന്നത്. ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്ലാവിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ താഴെ തൊട്ട് ഉയര വരെ ചക്കയുണ്ട്. നമുക്കത് മനസ്സിലാക്കാം. പ്ലാവിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. മൂട് തൊട്ട് തന്നെ ചക്ക ഒരു ബഹളം തന്നെ. തറയിൽ വരെ ചക്ക ഉണ്ട്. കണ്ട, കൗതുകമായിട്ടുള്ള ചക്കയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മൂട്ടിൻ്റെ താഴെ കൊണ്ട് അറ്റത്ത് തറയിൽ നിന്നുള്ള ചക്കയാണ്. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഇപ്പോൾ നിറച്ച് ചക്ക കാച്ചി കിടക്കുന്നുണ്ട്. വട്ടവള പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ലൈവാണ്. നമ്മളിപ്പോൾ പ്രേക്ഷകരെ മൂട്ടിൽ കൊമ്പിൽ നിന്ന് മാറി ചക്ക കിടക്കുന്നു, കാച്ചി കിടക്കുന്ന ലൈവാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. അതുപോലെ ഇപ്പുറത്തെ പ്ലാവിലും അത് നിറച്ച് കിടക്കുന്നു. താഴെ മൂട്ടിലും ചക്കയുണ്ടെന്ന് തന്നെ പറയാം. കൗതുകമായിട്ടുള്ള പ്ലാവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഉയരെയൊക്കെ ഒരുപാട് ചക്ക കിടക്കണമെന്നുണ്ട്. ഇപ്പം പ്ലാവിൽ ചക്കകൾ കുറവാണ്. എന്നാലും നമ്മൾ ആ ഗ്രാമപ്രദേശത്ത് കാണുന്ന ഇത്രയും ചക്ക മൂട്ടിൽ നിന്നും ഉണ്ടാവുന്ന ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അത്ര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. നല്ലൊരു അന്തരീക്ഷമാണ് ഈ സ്ഥലം. ഒരു വയലിൻ്റെ ഏരിയ ആണെന്ന് പറയാം. അത്ര കൗതുകമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയാം. പച്ച കൊണ്ട് നിറഞ്ഞതാണ്. അതുപോലെ കാറ്റ്, നല്ല ഇളം കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയാം ശാന്തമായ സ്ഥലമാണ്. വീടുകൾ കുറവാണ്. വയലിൻ്റെ ഏരിയ. കുളം നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ പടിയെന്ന് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കാം. ആ കുളം മാറിയാണ് ഇപ്പോൾ എല്ലാം മൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് വയലിൻ്റെ ഏരിയ. തെങ്ങ്, കമു, അതുപോലെ നമുക്ക് മനസ്സിലാക്കാം പ്ലാവ്, വാഴ, ഇങ്ങനത്തെ ഇതൊക്കെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാം. കൗതുകമായിട്ടുള്ള ഇതാണ് വൃക്ഷങ്ങൾ. ഒരു കാട്ടിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാം. അത്ര കൗതുകമായിട്ടുള്ള പ്ലാവാണ്. താഴെ അറ്റം തൊട്ട് കൊണ്ട വരെ ചക്ക കാച്ചി കിടക്കുന്നത് നമുക്ക് ലൈവിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേയൻ.